ഇവിടെ ഇരിക്കുന്ന എനിക്ക് അമേരിക്കയിൽ ഇരിക്കുന്ന ഒരുത്തൻ്റെ ദോഷം മാറ്റാൻ പറ്റും. അതാണ് മന്ത്രവാദം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ മുന്നിൽ ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് അവളെ ഉപദ്രവിക്കുന്നതല്ല മന്ത്രവാദം. ഇവർ ഇലുമിനാറ്റിയുടെ പുറകെയാണ്. എന്തോ ഒരു നിഗൂഢ ശക്തി എവിടെ ഒളിച്ചിരുന്ന് മൊത്തത്തിൽ ഭൂമിയെ കൺട്രോൾ ചെയ്യുന്നു എന്നൊക്കെ ഇവർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വേറൊരു തല ഇല്ലാത്തത് കൊണ്ടല്ല ഈ ആനയുടെ തല തന്നെ കൊണ്ടുവന്ന് കൃത്യമായിട്ട് ഗണപതിക്ക് അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചത്. ഇനി വരാൻ പോകുന്ന സത്യയുഗമാണ്. സത്യയുഗത്തിന് അടിത്തറ പാകേണ്ടവരാണ് കർമ്മികൾ. അതായത് ദേവതയെ വിളിച്ചെടുത്ത് കൊടുക്കുക ആൾക്കാർക്ക്, അവരുടെ ദേവതാസ്ഥാനം കണ്ടെത്തി അവർക്ക് വിളക്ക് വെച്ച് പോവുക. ഈ കൊടുങ്ങല്ലൂർ അമ്മയിൽ നിന്ന് പോയേക്കുന്നതായി ഈ ലോകത്തുള്ള സകല ഭദ്രകാളി ചൈതന്യങ്ങളും. കുലദേവതയെ ഇരുത്താൻ പാടില്ല എന്ന് പറയുന്നത് കുലം നശിച്ചു പോകും. അത് അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത് കൊണ്ടല്ല കുലം നശിക്കുന്നത്. കുലം നശിക്കുന്നത് നമ്മൾ ആചരിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ ആചരിക്കണം. ആചരിച്ചോളാം എന്ന് പറയുമ്പോൾ ഭഗവാൻ നമ്മുടെ കൂടെ നിന്നിട്ട് എല്ലാം നമുക്ക് തരും. ആചരണം ഇല്ലാതെ പോയാൽ ആ ദോഷം മാറി കുറേ നാൾ കഴിയുമ്പോൾ വീണ്ടും ആരും ശത്രുദോഷം ചെയ്യും. കുലദേവതയെ അങ്ങനെ എങ്ങും കൊണ്ട് കളയരുത്. അത് കുലം കാക്കുന്നവളാ. കുലം കാക്കുന്നവളെ കൊണ്ടുവന്ന് ഒരു ദേവനിൽ ലയിപ്പിക്കരുത്. നമ്മൾ നോക്കണം. നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കാരണവന്മാർ കൊണ്ടു തന്നെ. മനസ്സിലായോ? ഇവിടെ ഇരിക്കുന്ന എനിക്ക് അമേരിക്കയിൽ ഇരിക്കുന്ന ഒരുത്തൻ്റെ ദോഷം മാറ്റാൻ പറ്റും. അതാണ് മന്ത്രവാദം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ മുന്നിൽ ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് അവളെ ഉപദ്രവിക്കുന്നതല്ല മന്ത്രവാദം. അങ്ങനെയുള്ളിടത്തൊന്നും ജീവനുള്ള ഒരു സമൂഹവും പോകരുത്. ഇന്നത്തെ സമൂഹം എന്ന് പറഞ്ഞാൽ കുറേയും കൂടെ അഡ്വാൻസ്ഡാണ് കുട്ടികൾ. ഇവരിപ്പം ഈ മന്ത്രവാദത്തിനൊന്നും അല്ല ഇവർക്ക്. ഇവർ ഇലുമിനാറ്റിയുടെ പുറകെയാണ്. എന്തോ ഒരു നിഗൂഢ ശക്തി എവിടെ ഒളിച്ചിരുന്ന് മൊത്തത്തിൽ ഭൂമിയെ കൺട്രോൾ ചെയ്യുന്നു എന്നൊക്കെ ഇവർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ചില ഇതിനകത്തൊക്കെ വായിച്ചിട്ടുള്ളതേ ഉള്ളൂ. അങ്ങനൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഈ പ്രപഞ്ചത്തിന് അതീതനായൊരു ശക്തിയുണ്ട്. അത് എനിക്കും നിനക്കും ഒന്നും, ഞാനൊരു വേടായിട്ട് പറഞ്ഞാൽ അങ്ങനെ വിളിച്ചതല്ല, നമുക്കെല്ലാത്തിനും അപ്പുറം നിൽക്കുന്ന ഒരു ശക്തി ഉണ്ട്. അത് ആരുടെയും പങ്കുകാരനല്ല. എനിക്കും അതിനെ ഇതാക്കാൻ പറ്റില്ല, താങ്കൾക്കും സാധിക്കില്ല. അത്രയും ശക്തിയായ ഒരു സ്രോതസ് ഭൂമിയിലുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് അത് സാക്ഷാൽ ഗണപതി ആണെന്നാണ്. ഗണപതി എന്ന് പറഞ്ഞാൽ സ്തംഭനമാണ്, അല്ലെങ്കിൽ പരബ്രഹ്മം എന്ന് പറയും. ഈ ഗണപതിയെ വിഭജിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഈ നമ്മൾ ബിഗ് ബാങ് തിയറിയൊക്കെ പറയത്തില്ലേ, പ്രപഞ്ചം പൊട്ടിത്തെറിച്ച് പല ഇതായിട്ട് പോയി അങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് എന്ന് പറയില്ലേ. അപ്പം അതിങ്ങനെ മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ ചലനമാണ്. ആ ചലനം രാഹു ആകുന്നു. രാഹു ഇങ്ങനെ ചലിക്കുന്നു. കേതു ആണ് ഗണപതി. കേതു എന്ന് പറയുന്നത് ഇങ്ങനെ നിൽക്കുകയാണ്. അതൊരു സ്തംഭനാവസ്ഥയാണ്. അത് പൊട്ടിത്തെറിക്കുമ്പോഴാണ് ഈ ചലനം ഉണ്ടാകുന്നത്. ഈ രാഹു എന്ന് പറയുന്ന ഈ സർപ്പം അനന്തനായിട്ടാണ് പറയുന്നത്. അനന്തമായത് എന്നർത്ഥത്തിലാണ് ഈ അനന്തൻ എന്ന് വന്നത്, അവിടെ രാഹു വന്നത്. അപ്പോൾ ഈ ഇങ്ങനെ ചലിച്ചിങ്ങനെ പോകുന്ന ഇത് ഒരു പോയിന്റ് ചെല്ലുമ്പോൾ ഇതെല്ലാം കൂടി യോജിക്കുമ്പം അവിടെ വീണ്ടും കേതു വരുവാണ്. ഗണപതി ഭഗവാൻ വരും. അവിടെ സ്തംഭിച്ച് നിൽക്കുക. വീണ്ടും പൊട്ടിത്തെറിയുണ്ടാവും. അപ്പോൾ ഇത് റിവേഴ്സാണ് വരുന്നത്, പുറകോട്ട് വരുന്നുണ്ട്. അതിനെപ്പറ്റി ഇപ്പം ശാസ്ത്രജ്ഞന്മാരൊക്കെ തപ്പുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല അതേക്കുറിച്ചൊന്നും. വീണ്ടും ഇങ്ങനെ ഗ്രഹങ്ങൾ റിവേഴ്സിൽ വരുന്നുണ്ട്, വക്രഗതി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവർ പുറകോട്ടും വരുന്നുണ്ട്. ഇപ്പം 2 പ്രാവശ്യം സ്തംഭനാവസ്ഥയും 2 പ്രാവശ്യം ചലനവും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊരു പരബ്രഹ്മമാണ്. ഈ ഗണപതിയുടെ രാഹുവിൻ്റെ വാലാണ് കൂർന്നിരിക്കുന്നത്. സർപ്പത്തിൻ്റെ വാല് കൂർന്നിരിക്കുക. ഗണപതിയുടെ മുഖം തുമ്പിക്കൈയാണ് കൂർന്നിരിക്കുന്നത്. ഇത് 2 ഓപ്പോസിറ്റ് ശക്തികളാണ്. രാഹുവിനെ തോൽപ്പിക്കാൻ കേതുവിനെ കൊണ്ട് പറ്റും. അതായത് സർപ്പദോഷത്തെ മാറ്റാൻ ഗണപതിയെ വിളിക്കുന്നവർക്ക് ചിലർക്ക് പറ്റും. ഇല്ലെങ്കിൽ കേതുവായിട്ട് തന്നെയാണ് പറയുക, പിന്നെ ഗരുഡനെയും പറയുക. അപ്പോൾ അത് പറ്റും. ഓപ്പോസിറ്റ് ശക്തികളാണ്. അപ്പോൾ ഈ വേറൊരു തല ഇല്ലാത്തത് കൊണ്ടല്ല ഈ ആനയുടെ തല തന്നെ കൊണ്ടുവന്ന് കൃത്യമായിട്ട് ഗണപതിക്ക് അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചത്. ഒരു മനുഷ്യൻ്റെ തല കിട്ടുകയില്ലാത്തത് കൊണ്ടോ ഇല്ലെങ്കിൽ മറ്റൊരു മൃഗത്തിൻ്റെ തലയില്ലാത്തത് കൊണ്ടോ അല്ല. ഈ രാഹുവിനെ എതിരിടാനായിട്ട് ഒരു ആളവിടെ വരണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഗണപതിയുടെ തല അവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. ഗണപതിക്ക് ആനയുടെ തല കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. അതിൻ്റെ തുമ്പിങ്ങനെ കൂർത്തതല്ലേ. ഇതിന് ഓപ്പോസിറ്റ് എന്നുള്ള അർത്ഥമാണ്. ഇതിനെ ഖണ്ഡിക്കാൻ പാടില്ലാത്തത് എന്നർത്ഥത്തിൽ ഒരു കൊമ്പ് വെട്ടിക്കളഞ്ഞു. നമ്മൾ കഥ പറയുമ്പം പരശുരാമൻ മഴുവെടുത്തെറിഞ്ഞു, അങ്ങനെയാണ് കൊമ്പ് എന്നൊക്കെ പറയും. പക്ഷെ അതിൻ്റെ യഥാർത്ഥ തത്വം അതല്ല. മറ്റെന്തിനെ 2 ഈക്വൽ പാർട്ടായിട്ട് വിഭജിക്കാം. ഒരു മനുഷ്യനെ അർദ്ധനാരീശ്വരൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും 2 ഭാഗങ്ങളായിട്ടാണ് പറയുന്നത്. എന്ത് വസ്തുവിനെയും നമുക്ക് 2ആയിട്ട് വിഭജിക്കാം. ഇപ്പം ഭൂമി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഓവൽ ഷേപ്പ് പോലെയാണ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതിനെ ഇല്ലേ പോട്ടെ, ഒരു ഡോട്ട്, ഒരു ബിന്ദു. ഈ ബിന്ദുവാണ് ഭൂമിയുടെ എല്ലാ പൾസും ഈ ബിന്ദുവിലാണ് ഇരിക്കുന്നത്. ഇതിനെ വിഭജിക്കാൻ പറ്റുമോ? ഒരു ഡോട്ടാണെങ്കിൽ നമുക്ക് വിഭജിക്കാൻ പറ്റത്തില്ല. പക്ഷേ അത് കുറച്ചുകൂടെ ഒന്ന് വലിപ്പത്തിൽ, ആ വട്ടം കുറച്ചുകൂടെ ഒന്ന് വലിപ്പത്തിലേക്ക് അപ്പോൾ വിഭജിക്കാൻ പറ്റും. 2 കേർവും ഒരു നേർരേഖയും വരും അല്ലേ. ഇതാണ് ഭൂമിയുടെ ചരിത്രമായിട്ട്, നമ്മുടെ ഭൂമിയുടെ ഉൽപ്പത്തിയായിട്ട് പറയുന്നത്. 2
പ്രദേശങ്ങൾ നടുക്കൂടെ ഒരു നദി ഒഴുകുന്നു എന്നുള്ള രീതിയിലാണല്ലോ തിയറിയൊക്കെ വരുന്നത്. അപ്പോൾ ഇത് ഈ ബിന്ദുവിനെ കേന്ദ്രീകരിച്ചിട്ടാണ് എല്ലാം. നമ്മക്കാണേലും നമ്മുടെ ഈ ശ്വാസം വിടുന്നത്, ഈ ചെവി, കണ്ണ്, ഇതെല്ലാം റൗണ്ടാണ്, റൗണ്ട് ഷേപ്പല്ലേ. ഒരു നവദ്വാരങ്ങൾ എന്നാ പറയുന്നത് മനുഷ്യനുള്ളത്. അപ്പോൾ ഇതെല്ലാം ബന്ധിക്കപ്പെട്ടു പോയാൽ പിന്നെ ഒരു മനുഷ്യനില്ല എന്നുള്ളതാണ്. അതാണ് ഒരു തത്വം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴാണേലും ഒരു അമ്മയുടെ പുക്കിൾക്കൊടിയിൽ കൂടിയാണ് അടുത്ത ജീവൻ, അടുത്ത ഗർഭാവസ്ഥയിൽ ഒരു കുഞ്ഞുണ്ടാകുന്നത്. അപ്പോൾ അതൊരു അതാ നേരത്തെ ചോദിച്ച അമ്മ ശപിച്ചാൽ ഏക്കുമെന്ന് വെച്ചാൽ, ആ അമ്മ ആ പുക്കിൾക്കൊടി കൊടുത്തത് കൊണ്ടാണ് ആ കുഞ്ഞവിടെ വന്നത്. അപ്പോൾ അമ്മയ്ക്ക് അവകാശം ഇല്ലേ ശപിക്കാൻ? ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞു വന്നത് പരബ്രഹ്മമായിരിക്കുന്ന അതിനെ ഒന്നിനെയും കൊണ്ട് വിഭജിക്കാൻ പാടില്ല എന്ന് ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്നിനെ സൃഷ്ടിച്ചാൽ അതിനെ മറികടക്കാനുള്ള ഒന്നിനെ കൂടെ ഭഗവാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് ശരിക്കുള്ള പരബ്രഹ്മം എന്ന് പറയുന്നത്. ശരിക്കുള്ള ബ്രഹ്മോപാസകനെ ഒന്നും ഏക്കുകയില്ല. അപ്പോൾ ഗണപതി ഉപാസിക്കുന്നവരാണോ യഥാർത്ഥ ബ്രഹ്മോപാസകർ? അല്ല, ബ്രഹ്മത്തെ, പരിപൂർണമായ ബ്രഹ്മത്തെ ഉപാസിക്കും. ഈ ഗണപതി പോലും ഒരു ബ്രഹ്മമായിട്ട് കണക്കാക്കുവാണ് നമ്മൾ, അല്ലെങ്കിൽ ഈ ബ്രഹ്മത്തിൽ പെടുന്നതാണ്. മഹാവിഷ്ണുവിനെയാണ് പരബ്രഹ്മമായിട്ട് പറയുന്നത്, ഭഗവാനെയാണ് ബ്രഹ്മമായിട്ട് പറയുന്നത്, ഗണപതിനെയല്ല പറയുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഗണപതി ഒരു സ്തംഭനമാണ്, അതിനെ വിഭജിക്കാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലാണ്. ആ ഒറ്റ കൊമ്പ് അത് രണ്ടായിട്ട് വിഭജിച്ച് കഴിയുമ്പോൾ ഒരു കൊമ്പ് ഇല്ലല്ലോ, പകുതിയല്ലേ ഉള്ളൂ. അപ്പോൾ പൂർണ്ണമല്ലല്ലോ, രണ്ടും രണ്ടിതായില്ലേ, ഈക്വൽ ആകുന്നില്ലല്ലോ. ഈക്വൽ ആകുന്ന ഒന്ന് ഈ ബ്രഹ്മത്തെ ഒരിക്കലും മുറിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിലാണ് അവിടെ ഗണപതിയെ കൊണ്ടുവച്ചേക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ പരബ്രഹ്മം എന്ന് പറയുന്നത് ശരിക്കും മഹാവിഷ്ണുവിനെയാണ് പറയുന്നത്. അതിലെല്ലാം ഉൾക്കൊള്ളും എന്നാ പറയുന്നത്. മനുഷ്യൻ ചിന്തിക്കുന്നത് ഈ പരബ്രഹ്മത്തെ അല്ല മനുഷ്യൻ. പക്ഷെ ഇപ്പോൾ കുറേ ജനറേഷൻ, എനിക്ക് തോന്നുന്നു ഈ കലിയുഗം അങ്ങ് തീരാൻ പോകുന്നതിൻ്റെ ഒരു എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാര്യം ഒരുപാട് മനുഷ്യർ ഇപ്പം ഈ ദൈവികതയിലേക്ക്, ഇനി വരാൻ പോകുന്ന സത്യയുഗമാണ്. സത്യയുഗത്തിന് അടിത്തറ പാകേണ്ടവരാണ് കർമ്മികൾ. അതായത് ദേവതയെ വിളിച്ചെടുത്ത് കൊടുക്കുക ആൾക്കാർക്ക്, അവരുടെ ദേവതാസ്ഥാനം കണ്ടെത്തി അവർക്ക് വിളക്ക് വെച്ച് പോവുക, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കർമ്മികൾ. അല്ലാതെ ദുർമന്ത്രവാദം ചെയ്ത് മനുഷ്യനെ പേടിപ്പിക്കുകയല്ല. അങ്ങനെ കാണുന്നിടത്ത് പോലും ഒരു മനുഷ്യൻ പോകരുതെന്നാണ് ഞാൻ പറയുന്നത്. ചെല്ലരുത്, അതൊക്കെ കള്ളത്തരമാണ്. നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലേ നമ്മളെ ഒരു ഭയപ്പെടുത്തുക. ഈ തേങ്ങ ഞാനിപ്പോൾ ഉടയ്ക്കും അന്നാ ഉടയ്ക്കാശാനെന്ന് പറയുന്ന പോലത്തെ ഒരു സെറ്റപ്പ് അത്. അപ്പോൾ അത് പൊട്ടുകയല്ല, പൊട്ടിക്കാൻ പറ്റത്തുമില്ല, ചുമ്മാ പറഞ്ഞ് പേടിപ്പിക്കുന്ന അങ്ങനതൊന്നും അല്ല. സത്യമായ പരബ്രഹ്മത്തെ പ്രാർത്ഥിക്കുന്ന ഒരുത്തന് ഒന്നും പ്രശ്നം വരത്തില്ല. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു പോകണം. ഇപ്പോൾ ഈ ജനറേഷൻ കുറേ വഴിവിട്ട് പോകുന്നുണ്ടല്ലോ. ഞാൻ പോകുന്ന പല കുടുംബങ്ങളും ആൾക്കാരെന്നെ വിളിക്കുന്നവർ പറയുന്നുണ്ട്, ഭയങ്കരമായ പ്രശ്നമാണ്, കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് ചിലർ വിളിക്കുന്നുണ്ട്. ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്കൊരു യോഗം കിടപ്പുണ്ട്. ഈ മക്കളെ കൊണ്ട് ദുരിതം അനുഭവിക്കാൻ നിങ്ങൾക്കൊരു യോഗം കിടപ്പുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കുക, നിങ്ങൾ ഈശ്വരനെ വിളിക്കുക, ഭഗവാനെ എനിക്ക് നല്ല മക്കളെ തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ നല്ല കുഞ്ഞുങ്ങളുണ്ടാവും. കുരുത്തക്കേടും കുസൃതിയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ എന്ന് വെച്ച് നമ്മളെ ഈശ്വരനെ മറന്ന് ജീവിക്കുമ്പോഴാണ് മക്കളെക്കുറിച്ച് നമുക്ക് ദുരിതം ഉണ്ടാകുക അവിടെ, അല്ലേ? ശരിയായ കുടുംബക്ഷേത്രങ്ങളും ആചരണങ്ങളും നല്ല പൂജകളും ഒക്കെ ആയിട്ട് പോകുന്ന ഏതെങ്കിലും കുടുംബത്തിൽ മക്കളെ കൊണ്ടുള്ള അതിഭയങ്കരമായ ദുരിതം അനുഭവിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ദൈവത്തെ വിളിക്കണം എന്നാണ് ഞാൻ പറയുന്നത്, ഭഗവാനെ വിളിക്കണം. അത് ദുർമന്ത്രവാദമല്ല ചെയ്യേണ്ടത്. ഇങ്ങനെ ഈ ദുർമന്ത്രവാദമായിട്ട് പറയുന്നത് ഇങ്ങനെ ഈ ആണിയടിച്ചുള്ള പൂജകൾ, നാളികേരത്തേൽ ആണിയടിച്ച് ഒക്കെ ചുമ്മാ മനുഷ്യനെ കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന, അതൊന്നും ഫലം കാണത്തില്ല, ഒക്കെ കള്ളത്തരമാണ്, പറ്റിക്കാനുള്ള ഒരു ഉപാധി മാത്രം. പക്ഷേ മാം തന്നെ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഒരു നാണയമുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നങ്ങൾ മാറ്റാമെന്ന്. നാണയത്തിലോട്ട് ദേവതയെ ആവാഹിക്കാം. നമുക്ക് ഒരു നാണയം എടുത്തു വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ വെള്ളിയുടെ ആണിയിലേക്ക് നമുക്ക് ആവാഹിക്കാൻ കഴിയില്ലേ? എന്ത് വസ്തുവിലേക്കും നമുക്കൊരു സാധനത്തിനെ ആവാഹിച്ചെടുക്കാം. പക്ഷേ ആണിയിലോട്ടൊന്നും ആരും ആവാഹിക്കാറില്ല. ഒന്നുകിൽ അതിനൊരു ശുദ്ധത വേണ്ടേ? നമ്മൾ ഒരു ദേവതയെ ആവാഹിച്ചൊരു ക്ഷേത്രത്തിലേക്കല്ലേ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത്. ആ ഭഗവാനോട് അനുവാദം ചോദിച്ചിട്ട് ഞാൻ ഈ ദേവതയെ അവിടെ ഇരുത്തിക്കോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ഭഗവാൻ അത് അനുവാദം തന്നു എന്നുള്ളത് നമ്മൾ ശങ്കിലും രാശിയിലും നോക്കും. അപ്പോൾ ഭഗവാന്റെ അനുവാദം 100% ശരി ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞാൽ മാത്രമാണ് ആ ദേവതയെ നമുക്ക് ഇങ്ങോട്ട് നാണയത്തിലേക്ക് എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ആണിയിലല്ലല്ലോ ചെയ്യേണ്ടത്. ആണി കൊണ്ടുവന്ന് അമ്പലത്തിൽ കൊണ്ടുവന്ന് ഇടാൻ പറ്റുമോ? അതൊരു ചില കാര്യങ്ങൾക്ക് ഇതുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ പോകണം. അല്ലെങ്കിൽ വെള്ളിയുടെ സ്ത്രീയുടെ രൂപമോ പുരുഷ രൂപമൊക്കെ കിട്ടും, അതിനകത്തോട്ട് ദേവതയെ എടുക്കണം. ദേവതയെ എടുത്തിട്ട് സന്തോഷമായിട്ട് കൊണ്ടിരുത്തുക. ആ ആണിയിൽ കൊടുക്കാന്ന് പറയുമ്പോൾ അത് മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കുന്ന ഒരു കാര്യമല്ലേ. നാണയവുമാണ് എങ്കിൽ പോലും നാണയത്തിന് മഹാലക്ഷ്മി പോലെ ഒരു ദേവതയുമായിട്ടൊരു കണക്ട് ആവുന്ന സാധനമല്ലേ. ഒരു പരിശുദ്ധി വേണ്ട നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യത്തിനും. അല്ലാതെ ദോഷമല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്, ഒരാളെ രക്ഷിക്കാനാണ് ചെയ്യുന്നത്. ഇപ്പം രാഹുലിൻ്റെ കൂടെ ഒരു ദുർദേവതയാണെങ്കിൽ പോലും അതിന് എന്തെങ്കിലും ആഹാരം കൊടുത്തതിനെ സന്തോഷിപ്പിക്കും. നമ്മൾ സന്തോഷിപ്പിച്ചിട്ടാണ് എടുക്കേണ്ടത്. അതാ ശരിയായ രീതി.
ഏത് ഭഗവാനും എന്തെങ്കിലും ആഹാരം, അത് വിശന്ന് വരുന്നവന് ഒരു നേരത്തെ അന്നമെങ്കിലും കൊടുത്തിട്ട് വേണം നമുക്ക് വല്ലതും പറയാന്ന് പറയില്ലേ. അതുപോലെ ദുർദേവത ആയിക്കോട്ടെ, നല്ല ദേവതയായിക്കോട്ടെ, ചീത്ത ദേവതയൊക്കെ, എന്തായാലും അതിന് ആഹാരം കൊടുത്ത് അതിനെ സന്തോഷിപ്പിച്ച് നമുക്ക് അനുകൂലമാണ്. ഇല്ലെങ്കിൽ ആ പോകുന്ന പോക്കി ആ ദേവത നമ്മളെ ശപിച്ചിട്ട് പോകും. ആ ശാപം നമ്മൾ ഏൽക്കരുത്. നമ്മൾ സന്തോഷമായിട്ട് അതിന് വല്ലതും കൊടുത്ത് സന്തോഷിപ്പിച്ചൊരു നാണയത്തിലെടുത്ത് ഭഗവാന് കൊണ്ടൊന്ന് സമർപ്പിക്കുക. നാണയത്തിലോ ബിംബത്തേലോ ആക്കി അവിടെ കൊണ്ടിരുത്താം. അവിടെ ഇരുന്നുള്ള ഒരു പ്രശ്നവുമില്ല. ഇപ്പം ചിലരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ കൊടുങ്ങല്ലൂർ അമ്മയിലേക്ക് ദേവതകളെ കൊണ്ടുവന്നിങ്ങനെ അല്ലെങ്കിൽ ലയിപ്പിക്കരുതെന്ന്. ഈ കൊടുങ്ങല്ലൂർ അമ്മയിൽ നിന്ന് പോയേക്കുന്നതാണ് ഈ ലോകത്തുള്ള സകല ഭദ്രകാളി ചൈതന്യങ്ങളും. അപ്പോൾ അവരുടെ ചൈതന്യത്തെയാണ് ഓരോ അംശമായിട്ട് കൊണ്ടുപോയേക്കുന്നത്. നാളെ നമുക്കത് പറ്റാതെ വരിക, നോക്കാൻ തീരെ പറ്റുന്നില്ല. ചിലർ മതമൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് നോക്കാൻ പറ്റാണ്ട് വരികയാണ്. എന്താ ചെയ്യുക? ഈ ദേവത അലഞ്ഞു തിരിഞ്ഞ് നടന്നോട്ടെ നമുക്ക് കരുതാൻ പറ്റുമോ? പക്ഷെ മറ്റൊരു കാര്യം, ഇപ്പോൾ കൊടുങ്ങല്ലൂർ അമ്മയിൽ നിന്നാണ് ആ ദേവതാ ചൈതന്യങ്ങൾ പോയതെന്ന് പറയുമ്പോൾ ഇപ്പം ഗണപതി, ശിവൻ അല്ലെങ്കിൽ മഹാവിഷ്ണു അത്തരത്തിലുള്ള ദേവതകളെയും കൊണ്ടുവന്ന് കൊടുങ്ങല്ലൂരിൽ ലയിപ്പിക്കുന്നതായിട്ട് അവിടെ ആ ദേവത, ഈ കൊടുങ്ങല്ലൂർ അമ്മയെന്ന് പറയുന്നത് നിസാര ശക്തിയൊന്നുമല്ല. എന്തിനേയും ശക്തി, സ്ത്രീ എന്ന് പറയുന്ന ഒരു ശക്തിയാണ്. ആ ശക്തി എന്തിനേയും എടുക്കും, എന്തിനേയും സ്വീകരിക്കും. അപ്പോൾ ഏത് ദേവതയുടെയും ചൈതന്യത്തെ അമ്മ പിടിക്കും എന്നുള്ളതൊരു കൺസെപ്റ്റാണ്. പക്ഷേ കുലദേവതയെ ഇരുത്താൻ പാടില്ല എന്ന് പറയുന്നത് കുലം നശിച്ചു പോകും. അത് അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത് കൊണ്ടല്ല കുലം നശിക്കുന്നത്. കുലം നശിക്കുന്നത് നമ്മൾ ആചരിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ ആചരിക്കണം. ഈ ചിലരോട് ഞാൻ പറയും, ചില ആളുകളോട് പറയും, ഈ അവരുടെ ദോഷമൊക്കെ മാറിക്കഴിയുമ്പോൾ നിങ്ങൾ വിളക്ക് വെക്കണം കേട്ടോ എന്ന് പറയും. നിങ്ങൾ കൃത്യമായിട്ട് വിളക്ക് വെക്കണം, വിളക്ക് വെച്ച് പോയെങ്കിലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയും. ഞാനും അങ്ങനെ രക്ഷപ്പെട്ടു വന്ന ആളല്ലേ. അപ്പം ഞാൻ അവരോടത് പറയാറുണ്ട്. അപ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് പറ്റത്തില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഈ വീട്ടിലെ കാരണവന്മാരാണ് പറയുന്നത്. അങ്ങനെ ഇത് ഇനി അടുത്ത തലമുറ എടുക്കേണ്ടി വരത്തില്ലായിരിക്കും. അത് പണ്ടത്തെ തലമുറ എന്താ പറയുക, ഞാനും എൻ്റെ തലമുറയും അന്യം നിന്ന് പോകും കാലം വരെ ഞങ്ങൾ പൂജിച്ചോളാം. അവിടെ വ്യവസ്ഥ ചെയ്തു ദേവതയുടെ മുന്നേ. ആ വ്യവസ്ഥ പാലിച്ചേ പറ്റൂ. അപ്പം നമ്മൾ അങ്ങനെ വ്യവസ്ഥ കൊടുക്കരുത്. എനിക്ക് പറ്റുന്നിടത്തോളം ഭഗവാനെ ഞാൻ നോക്കിക്കോളാം, എനിക്ക് പറ്റുന്ന കാലം ഞാൻ വല്ല വെള്ളവും തന്നോളാം. അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും ഭഗവാനോട് അങ്ങോട്ട് ഓഫർ കൊടുക്കരുത്. വെള്ളം എങ്കിലും തന്നോണം, വെള്ളം ഇല്ലാതാകുന്ന കാലമൊന്നും വരത്തില്ലല്ലോ. അപ്പോൾ അതും വർഷത്തിൽ ഒന്ന് കൊടുത്തേക്കാന്നൊക്കെ പറയണം. അല്ലാതെ ഡെയിലി അങ്ങ് പൂജിച്ചോളാം അങ്ങനെ പറയില്ലേ. നമുക്ക് വ്യവസ്ഥ എപ്പോൾ വേണമെങ്കിലും മാറ്റാം. ഒരു വ്യവസ്ഥ ചെയ്തിട്ട് ആ വ്യവസ്ഥ പിന്നീട് മാറ്റാൻ വേണമെങ്കിൽ ഭഗവാന്റെ മുന്നേ മാറ്റാം. അപ്പോൾ വ്യവസ്ഥ കൊടുക്കുക. കൊടുക്കുമ്പോൾ ദേവൻ അത് സ്വീകരിക്കും. ആചരിച്ചോളാം എന്ന് പറയുമ്പോൾ ഭഗവാൻ നമ്മുടെ കൂടെ നിന്നിട്ട് എല്ലാം നമുക്ക് തരും. ആചരണം ഇല്ലാതെ പോയാൽ ആ ദോഷം മാറി കുറേ നാൾ കഴിയുമ്പോൾ വീണ്ടും ആരും ശത്രുദോഷം ചെയ്യും. ആചരണം കൂടെ വേണം. കുലദേവതയെ അങ്ങനെ എങ്ങും കൊണ്ട് കളയരുത്. അത് കുലം കാക്കുന്നവളാണ്. കുലം കാക്കുന്നവളെ കൊണ്ടുവന്ന് ഒരു ദേവനിലും ലയിപ്പിക്കരുത്. നമ്മൾ നോക്കണം. നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കാരണവന്മാർ കൊണ്ടു തന്നെ. ഇന്ന് നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്, വാഹനങ്ങളുണ്ട്. നമുക്ക് ഇവിടെ ഈ രാജ്യത്തുനിന്ന് അടുത്ത രാജ്യത്തേക്ക് പോകാൻ പോലും മണിക്കൂറുകൾ മാത്രം മതി. അത്രയും വലിയ ഫെസിലിറ്റി നമുക്കായി. ഒരു വിരൽത്തുമ്പി ലോകം മുഴുവൻ നമ്മുടെ കയ്യിലായി ഇല്ലേ, അത്രയും എത്തി. എന്നിട്ടും പണ്ടത്തെ കാലത്ത് ഇതൊന്നുമില്ല. ഉടുക്കാനുള്ള വസ്ത്രം പോലും അവർക്കില്ല. അന്നത്തെ കാരണവന്മാർ ഒരു കല്ലേൽ ദീപം വെച്ച് അതിൻ്റെ മുന്നിൽ ചിലപ്പം പഴകഞ്ഞിയായിരിക്കും ഉള്ളത്. അന്ന് ചോറ് പോലും അധികമില്ല. വെല്ല വാട്ടുകപ്പൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് ഭഗവാനെ വിളിച്ചിട്ടില്ലേ. അന്ന് അവർ സമ്പാദിച്ചതാണ്. ഇന്ന് നമ്മൾ ഒരറ്റത്തുനിന്ന് ഇങ്ങനെ ഊറ്റി ജീവിക്കുക അല്ലേ. ഊറ്റിയെടുക്കുവാണ് ഒരു മൂലയ്ക്ക് ഇരുന്നുകൊണ്ട്. അങ്ങനെ എടുത്ത് ജീവിക്കുവാണ്. അവരുണ്ടാക്കിയതിൻ്റെ 1000-1 ഇന്ന് നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നുണ്ടോ? എന്തുകൊണ്ടാണ് പറ്റാത്തത്? അവിടെ നമുക്ക് ദേവതാ ചൈതന്യമില്ല, നമുക്ക് വ്യാഴമൊന്നുമില്ല. അവർ കഷ്ടപ്പെട്ട് വെച്ചേക്കുന്നത് ഒരു മൂലയിലിരുന്ന് നമ്മളിങ്ങനെ എടുക്കുന്നു. ഇത്രയും നമുക്ക് ഫെസിലിറ്റീസ് ഇല്ലേ. ഈ ഫെസിലിറ്റീസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് രക്ഷപ്പെടാൻ മേലേ. എന്തുകൊണ്ടാണ് രക്ഷപ്പെടാത്തത്? ദേവൻ്റെ പ്രസൻസ് അവിടെ ഇല്ല. അന്ന് ദേവനും മനുഷ്യനുമായിട്ട് കുറേയും കൂടെ അടുപ്പം ഉണ്ടായിരുന്നു. ഉള്ളതിലൊരു ഓഹരി ഭഗവാനെ ഇത് നിനക്കുള്ള അന്നം എന്ന് പറഞ്ഞ് കൊടുക്കാൻ മനസ്സുണ്ടായിരുന്നു. ഇന്നതില്ല. അതുപോലെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നില്ല മനുഷ്യർ. മുസ്ലിംസിനാണെങ്കിലും അവർ പറയുന്നുണ്ട് ദാനധർമ്മങ്ങൾ ആപത്തുകളെ തടയുന്നുണ്ട്. അവരുടെ നോമ്പ് സമയത്ത് അവർ കൊടുക്കുന്നുണ്ട്. ക്രിസ്ത്യൻസിനും ഈ വൃദ്ധസാധനങ്ങളിലും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഹിന്ദുക്കൾ ക്ഷേത്രങ്ങളിൽ കൊണ്ട് കൊടുക്കും. എന്നിരുന്നാൽ കൂടെ എല്ലാവരും ഒക്കെ ചെയ്യുമോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട്. കൂടുതലും ഹിന്ദുക്കളല്ലേ കൂടുതലുള്ളത്. പക്ഷെ ദാനധർമ്മങ്ങൾ നല്ലതുപോലെ കൊടുക്കണം. ഒരു ദക്ഷിണ, എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്, വിരലിൽ എണ്ണാവുന്ന ചിലർ ഈ ദക്ഷിണ കൊടുക്കാൻ പോലും മടി കാണിക്കുന്നവരുണ്ട്. 1 രൂപ ദക്ഷിണ കൂടുതൽ കൊടുത്താൽ എന്തെങ്കിലും സംഭവിച്ചു പോവുമോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനല്ല വേണ്ടത്. ശരിക്കും ദാനധർമ്മങ്ങൾ ചെയ്യണം. ഭഗവാനെ നമ്മൾ അറിയണം. അറിഞ്ഞാലേ ഇനിയുള്ള കാലം മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ദുർമന്ത്രവാദത്തിൻ്റെ ഒന്നും പുറകെ പോയാൽ രക്ഷപ്പെട്ട ചരിത്രമില്ല, രക്ഷപ്പെടത്തുമില്ല.